2016 മുതൽ 21 വരെയുള്ള ഒരു സവിശേഷമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു 5 വർഷത്തിനകത്ത് ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഒരാൾ, ഒരു മികച്ച ഭരണാധികാരി ഈ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഒരാളെ നമുക്കവിടെ കാണാൻ സാധിക്കും. മികച്ച ഭരണാധികാരി മുടക്കും എന്ന് പറഞ്ഞ്, പ്രതിപക്ഷം മുടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയി വികസിപ്പിച്ച് അതിൻ്റെ വിജയിപ്പിക്കാനും സാധിച്ച ഒരു മന്ത്രിസഭയായി പിന്നീട് അത് മാറുകയും ചെയ്തു. നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം UDF ആണോ LDF ആണോ വരിക എന്നുള്ളത് തന്നെയാണ്. അതായത് LDF തുടർ ഭരണം നേടുമോ, UDF ഭരണം അട്ടിമറിക്കുമോ എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഇത് ആര് വേണേ ഭരിച്ചോട്ടെ, ഇനിയിപ്പോൾ UDF ഭരിക്കുകയോ LDF ഭരിക്കുകയോ അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ തൽക്കാലത്തേക്കുള്ള കൺസേൺ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു കൺസേണേ അല്ല. അതേസമയം നമ്മൾ LDFിൻ്റെ ഭരണത്തിന് മുൻപും, അതായത് ഒരു 10 വർഷത്തിന് മുൻപുള്ള കേരളവും ഒരു 10 വർഷത്തിന് ശേഷമുള്ള കേരളവും എന്ന് പറയുന്ന, അതായത് 2036 എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലെ കേരളവും അല്ലെങ്കിൽ 2031 കേരളവും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. അതായത് സിമ്പിളാണ്. 2016 വരെ ഒരു കേരളം ഉണ്ടായിരുന്നു. 2016 വരെയുള്ള ഒരു കേരളത്തിൻ്റെ കുറച്ച് മേഖലകൾ നമ്മളെടുത്ത് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അത് നമ്മൾ വളരെ വിശദമായ പഠനത്തിനോ അല്ലെങ്കിൽ വിശദമായ ഒരു കാര്യത്തിനോ അർഹമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വിദ്യാഭ്യാസ മേഖല കൈവരിച്ച നേട്ടങ്ങളും കോട്ടങ്ങളും എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതോടൊപ്പം നമ്മുടെ പൊതുമരാമത്ത് PWD വർക്ക് അതിനെക്കുറിച്ചിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ച് അധികം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പറയുന്ന കുറച്ച് പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖല. അപ്പോൾ ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായി മലയാളിക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള പല ഘടകങ്ങളെക്കുറിച്ച് ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിക്കുക. അതിനിടയിൽ നമുക്ക് പറയാനുള്ളത് പല സർക്കാർ മാറി വന്നു. അതിനിടയിൽ നമുക്ക് VS അച്യുതാനന്ദൻ്റെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, AK ആന്റണിയുടെ, ഉമ്മൻചാണ്ടിയുടെ, ഇങ്ങനെയുള്ള സർക്കാർ EK നയനാർ എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ സർക്കാരുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഈ 16 എന്ന് പറയുന്ന സവിശേഷമായ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും 2016 മുതൽ 21 വരെയുള്ള ഒരു സവിശേഷമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു 5 വർഷത്തിനകത്ത് ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ടൂറിസം മേഖലയിലാണെങ്കിൽ, അതല്ല ഈ പറയുന്ന ആരോഗ്യ മേഖലയിലാണെങ്കിൽ, അതല്ല വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ അടിസ്ഥാനപരമായി നമുക്കുണ്ടായ മാറ്റം വളരെ വലുതാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇനിയിപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെ ആരിൽ നിന്നുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു കാരണം, ഇന്നതാണ് കാരണം, ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചതായിരിക്കാം ഒരുപക്ഷെ കാരണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇടതുപക്ഷം എന്നുള്ളത് നമുക്ക് വെട്ടി നിർത്താം, അങ്ങ് മാറ്റി നിർത്താം. ഇടതുപക്ഷമല്ല UDF ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നേതൃത്വത്തിൻ്റെ ഗുണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു മികച്ച ഭരണാധികാരിയുടെ സ്വാധീനം. അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, VD സതീശൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പിണറായി വിജയൻ അല്ല ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മളവിടെ കാണുന്നത് ഏതൊരു സർക്കാർ, എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഒരാൾ, ഒരു മികച്ച ഭരണാധികാരി ഈ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ് ഓർ വൈ എന്ന് പറയുന്ന ഒരാളെ നമുക്കവിടെ കാണാൻ സാധിക്കും. മികച്ച ഭരണാധികാരി. എന്തുകൊണ്ടാണ് ഒരാൾ മികച്ച ഭരണാധികാരിയാകുന്നതെന്ന് രണ്ടാമത്തെ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വകുപ്പുകളെ തമ്മിൽ ക്രോഡീകരിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുന്ന ഒരാളായിരിക്കും എപ്പോഴും ഒരു മികച്ച ഭരണാധികാരി എന്നുള്ള നിലയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു വകുപ്പ്, അതായത് ഒരു മുഖ്യമന്ത്രി മാത്രം വിചാരിക്കുന്നതുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ നന്നാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അതല്ല, ഇനിയൊരു ആരോഗ്യവകുപ്പ് മന്ത്രി വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വേണ്ടത് എല്ലാ വകുപ്പുകളും എന്തൊക്കെയാണ്, ഓരോ വകുപ്പുകളും നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക. ധനവകുപ്പ് മുതൽ, ധനവകുപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെത്തിക്കുന്ന ധനവകുപ്പാണ്, അവരാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു അന്തിമമായി ഒരു നൽകേണ്ടത്. അപ്പം പൊതുമരാമത്താണെങ്കിൽ തന്നെയും, ഈ ആരോഗ്യവകുപ്പാണെങ്കിൽ തന്നെയും,
അതോടൊപ്പം തന്നെ മറ്റ് പല വകുപ്പുകൾ, വിദ്യാഭ്യാസം, എല്ലാ വകുപ്പുകളും കൂടെ കൂടിച്ചേർന്ന് മികച്ച രീതിയിൽ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ അല്ലെങ്കിൽ ഏത് നാടിനും ഉണ്ടാകണമെങ്കിൽ അവിടെ വേണ്ടത് അതിനെയെല്ലാം നയിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ശക്തനായ ഒരു നേതാവായിരിക്കണം. നമുക്ക് അതിന് മുമ്പുള്ള, അതായത് 2016 മുൻപുള്ള ഒരു മന്ത്രിസഭ നമുക്ക് വെറുതെ എടുത്ത് പരിശോധിച്ച് നോക്കാം. 2016 മുൻപുള്ള ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയാണ്. അതിനുമുമ്പ് AK ആൻ്റണിയുടെ ഒരു മന്ത്രിസഭ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കാൻ ശീലിക്കണമെന്ന് പറഞ്ഞ ഒരു മന്ത്രിസഭ നമ്മൾക്കുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് AK ആൻ്റണി എന്നാണ്. 10 നയാ പൈസ നമ്മുടെ ഖജനാവിൽ എടുക്കാനില്ല എന്ന് പല ആവർത്തി ആണയിട്ട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. എന്നാൽ ഇന്ന് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ DAയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചു എന്നുള്ളതാണ് ഇന്ന് UDF ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ DA വർദ്ധിപ്പിക്കുന്ന കാര്യവും അവർക്ക് മെസ്സേജ് അയച്ചു, അതിന് ഡേറ്റ ചോർത്തിയെടുത്തു എന്നുള്ള രീതിയിലാണ് അത് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റായ സന്ദേശമാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് അതിനകത്ത് എന്ത് തെറ്റാ? ഒരു സർക്കാർ ജീവനക്കാരൻ അവരുടെ DAയുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് അവരുടെ ഫോണിലേക്ക് എത്തുന്നു, അതിനകത്ത് എവിടെയാണ് തെറ്റ് എന്ന് കോടതി പോലും ചോദിച്ച് അതിൽ പണി കൊടുത്തിരുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പം ആ പറയുന്ന രണ്ടാമത് വന്ന AK ആൻ്റണി പരാജയമായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് ഈ വകുപ്പുകൾ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നിട്ട് കൂടി, നമുക്കറിയാം ഉമ്മൻചാണ്ടി ഏറ്റവും സീനിയർ മോസ്റ്റായിട്ട് നിന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. എന്നിട്ട് കൂടി ഈ വകുപ്പുകളെ വേണ്ട രീതിയിൽ ക്രമീകരിക്കാനോ ഏകോപിപ്പിക്കാനോ കഴിയാൻ പറ്റാതെ പോയ ഒരു നേതാവായി ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഒരു തരത്തിലും ഭരിക്കാൻ വിട്ടിട്ടില്ലാത്ത വകുപ്പ് മന്ത്രിമാരുടെ ഒരു കാലമായിരുന്നു 16 മുതൽ 21 വരെയുള്ള കാലം. ആ കാലത്ത് ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ വിട്ടിട്ടേ ഇല്ല. അതിനുശേഷം 21 മുതൽ നമ്മൾ ഇങ്ങോട്ട്, ഇവിടെയാണ് അച്ചടക്കമുള്ള അല്ലെങ്കിൽ ഒരു വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുക മാത്രമല്ല, ആരോഗ്യമേഖല ആ സമയത്ത് നേരിട്ടിട്ടുള്ള നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ വെല്ലുവിളികളെ നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്നാണ്. പിന്നെ അതോടൊപ്പം ടൂറിസം മേഖലയും പൊതുമരാമത്ത് മേഖലയും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വളർച്ച നേടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും അങ്ങനെ രണ്ടായി മാറുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായി. അങ്ങനെ തുടങ്ങി സർവ്വ മേഖലകളിലും വികസനത്തിൻ്റെ കയ്യൊപ്പ് പതിയുകയും നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങളെല്ലാം മാറി പകരം അവിടെ പുതിയ കെട്ടിടങ്ങൾ വരുന്നു, പുതിയ റോഡുകൾ വരുന്നു. അതോടൊപ്പം തന്നെ UDFൻ്റെ ഭരണകാലത്ത് ഇബ്രാഹിം കുഞ്ഞുണ്ടാക്കി വെച്ച പാലാരിവട്ടം പാലത്തിൻ്റെ ബലക്ഷയം ഒരു ഓട്ടോക്കാരൻ ബലക്ഷയമാണ് എന്ന് പറയുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ വസ്തുനിഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടി ആ പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് കേരളത്തെ വികസനത്തിൻ്റെ ഒരു നാന്ദി കുറിക്കലിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് സംഭവിച്ചു? മികച്ച ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെ അനുസരിക്കുകയും ആ നേതൃത്വത്തിനോട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുപറ്റം മന്ത്രിമാരുണ്ടാവുകയും ചെയ്തു. തുടർന്ന് 2021 വീണ്ടും അതേ മന്ത്രിസഭ തന്നെ അധികാരത്തിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ 21 വരെ നടത്തിക്കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രതിപക്ഷം മുടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയി വികസിപ്പിച്ച് അതിൻ്റെ വിജയിപ്പിക്കാനും സാധിച്ച ഒരു മന്ത്രിസഭയായി പിന്നീട് അത് മാറുകയും ചെയ്തു. ഇനി ഒരു 10 വർഷം കൂടി, ഏകദേശം 2031 അല്ലെങ്കിൽ 2036 എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക്, ഇനി ഇതിനിടയ്ക്ക് ഏതൊക്കെ മന്ത്രിസഭ മാറി വരും എന്നുള്ള കാര്യം അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ചില വികസനങ്ങൾ ഇവിടെ സംഭവിച്ചു. അതിപ്പോൾ നമ്മൾ ടൂറിസം മേഖല എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ PWDയെയും ടൂറിസത്തെയും കൂടെ മനോഹരമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ പുതിയ മാതൃക എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പല പാലങ്ങൾ എടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. ആരോഗ്യ മേഖല മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ ഒരു കുതിച്ചാട്ടത്തിലേക്ക് പോയി. നമ്മുടെ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും അടക്കമുള്ള ആശുപത്രികളിലേക്ക് ഈ പറയുന്ന എല്ലാ
തരത്തിലുള്ള സൗകര്യങ്ങളും എത്തിത്തുടങ്ങി. സാധാരണക്കാർക്ക് അത്യാവശ്യം മികച്ച ചികിത്സ ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ 2026 ഏറ്റവും വലിയ നേട്ടമായിട്ട് തന്നെ വയനാട് പുനരധിവാസ പദ്ധതി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധിയായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി. വിഴിഞ്ഞം പ്രോജക്റ്റ് അടക്കം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ അടക്കം, ഇപ്പോൾ ഈ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, തീരദേശ ഹൈവേ, മലയോര ഹൈവേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഏറെക്കുറെ തീരുമാനമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയായി 2026 വരെ ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാലും ഇതേപോലെ വകുപ്പുകളെ കൃത്യമായി ഏകോപിപ്പിക്കാൻ കഴിവുള്ള ശക്തനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ തീർച്ചയായും കേരളം വീണ്ടും പഴയ പടിയിലേക്ക് പോകും. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച്, അന്ന് പിണറായി വിജയനായിരിക്കാം, വേറെ ആരൊക്കെയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും പറയാൻ ഒറ്റ വാക്കേ ഉണ്ടാവുള്ളൂ, ആ 2016 മുതൽ 26 വരെ ഉണ്ടായിരുന്ന 10 വർഷം, ആ 10 വർഷം തന്നെയായിരുന്നു കേരളത്തിൻ്റെ യഥാർത്ഥ വികസനം നടന്നതെന്നും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മുഴുവനെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ ഒരു നഗരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നും അന്നത്തെ കാലത്തുള്ളവരോട് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ആയിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, അന്ന് ആരായിരുന്നു കേരളത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് പറയേണ്ടി വരും, അന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്, ഏറ്റവും മികച്ച ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചത് പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. തന്നെയുമല്ല, അന്ന് 2021 കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്നൊരു 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പറയേണ്ടി വരും. അതൊക്കെ കോവിഡിൻ്റെയും ഒരു മുടിഞ്ഞ കാലം ഉണ്ടായിരുന്നു. ആ കാലം നമുക്ക് ഒരു ഘട്ടത്തിൽ തരണം ചെയ്യാനുള്ള ശക്തി പകർന്നു നൽകുന്നത് നമ്മളെ ഭരിച്ച ഭരണാധികാരികൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ആ സമയത്ത് പറയേണ്ടി വരും. നമ്മുടെ ഈ ആശുപത്രികളൊക്കെ ഇങ്ങനെ മാറി അതിന് തുടക്കമിട്ടതും ഈ ആശുപത്രികളെ ഈ ഒരു നിലയിലേക്ക് കൊണ്ട് എത്തിച്ചതും അന്നത്തെ ഭരണാധികാരി ആയിരുന്നു എന്നൊരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ പറയേണ്ടി വരും. അപ്പോഴും ഈ കേരളത്തിൽ ആരൊക്കെ ഭരിച്ച് ഏതൊക്കെ അവസ്ഥയാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് 10 വർഷം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. അപ്പോഴും അടിസ്ഥാനപരമായി കേരളത്തിന് വികസന കുതിപ്പിന് വേണ്ട എല്ലാ എലമെൻറ്റുകളും തറക്കല്ലിട്ടിട്ട് പോയത് ശരിക്കും ഇടത് സർക്കാർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ 10 വർഷമാണ്, അതായത് കേരളത്തിൻ്റെ നിർണായകമായ, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഷങ്ങളാണ് 2016 മുതൽ 26 വരെയുള്ളതെന്ന് ഏത് കാലം എടുത്തിരുന്നാലും, ഏത് ഭരണാധികാരികൾ ഇവിടെ ഉണ്ടായിരുന്നാലും ശക്തിയുക്തം നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.